ഒക്കെ നമുക്ക് പിന്തുടരണം. യോഗാധ്യക്ഷൻ ഡോക്ടർ എൻ വി ശശിധരൻ, സംസ്ഥാന പ്രസിഡന്റ് KVMAC, നമുക്ക് സ്വാഗതം ആശംസിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബാഹുലേയൻ, സംസ്ഥാന സെക്രട്ടറി, മുഖ്യ അതിഥി ശ്രീ ജോസ് കെ മാണി MP, നയപ്രഖ്യാപനം ഡോക്ടർ എൻ വി ശശിധരൻ, സംസ്ഥാന പ്രസിഡന്റ്, സമിതി പ്രസിദ്ധീകരണത്തിന്റെ പ്രകാശനം ശ്രീ PC ജോർജ്, മുൻ ചീഫ് വിപ്പ്, ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ K അജിത് MLA, ശ്രീ മോൻസ് ജോസഫ് MLA, ശ്രീ അജിത് വിശ്വാസ്, ചെയർമാൻ വൈക്കം മുനിസിപ്പാലിറ്റി, ശ്രീമതി AC മണിയമ്മ, വൈസ് ചെയർമാൻ വൈക്കം മുനിസിപ്പാലിറ്റി, അഡ്വക്കേറ്റ് VV സത്യൻ, പ്രതിപക്ഷ നേതാവ് വൈക്കം മുനിസിപ്പാലിറ്റി, ശ്രീ TV ബാബു, ജനറൽ സെക്രട്ടറി KPMFC, ശ്രീ AG സുഗതൻ, സംസ്ഥാന പ്രസിഡന്റ് KVMS, I ബാബു കുന്നത്തൂർ, ശ്രീ S നാരായണൻ, ശ്രീ ശ്രീനിവാസ ബാബു, ശ്രീ N രാഘവൻ, ശ്രീ രാജപ്പൻ രാജപുരം, പ്രൊഫസർ KV ഗോപിനാഥ്, ഡോക്ടർ ശ്രീ ശ്രീകുമാർ, ശ്രീമതി വിജയമ്മ ഗോപിദാസ്, R മുരളി, കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള VN കുട്ടപ്പൻ, കേരള വേലൻ മഹാസഭയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 9 പതിറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുള്ള ഈ മഹാപ്രസ്ഥാനമാണ് ഇന്ന് കേരള വേല മഹാസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അധസ്ഥിതരും ഐത്തജാതിക്കാരുമായി വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ സംഘടനകൾ ഏകോപിച്ചാണ് കേരള വേലൻ മഹാസഭ രൂപീകൃതമായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സഭയുടെ മഹത്തായ നവതി ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. വേലൻ മണ്ണാൻ
വണ്ണാൻ, പെരുവണ്ണാൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സമുദായങ്ങൾ ചേർന്നാണ് വേലൻ മഹാസഭ തുടക്കം കുറിച്ചത്. 90 വർഷം മുമ്പ് കേരള വേലൻ മഹാസഭയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച തൊഴിലാളികളൊക്കെ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യത്തിൽ ജീവിച്ചവരായിരുന്നു. തൊഴിൽപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല അവരെ അലട്ടിയിരുന്നത്. സവർണർ, അധസ്ഥിത വിഭാഗമെന്ന് പേര് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നവരായിരുന്നു ഈ സംഘടനകളിൽ ബന്ധപ്പെട്ടുണ്ടായിരുന്നവർ. അതുകൊണ്ട് തന്നെ കടുത്ത സാമൂഹ്യ വിവേചനത്തിന് വിധേയരാകേണ്ടി വന്നവരാണ് ഇതിന്റെ ആദ്യകാല നേതാക്കളും പ്രവർത്തകരും. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ആയിരുന്നുവല്ലോ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാണിരുന്നത്. നരന് നരന് അശുദ്ധ വസ്തു എന്ന് കുമാരനാശാൻ പാലിയാനിടയാക്കിയ തരത്തിൽ മനുഷ്യർക്കിടയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. ഈ സമ്മേളനം നടക്കുന്ന പരിസരത്തായിരുന്നുവല്ലോ 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ക്ഷേത്ര നടയിലൂടെ അവരുടെ ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാതിരുന്ന ഘട്ടത്തിലാണ് ആ അവകാശത്തിന് വേണ്ടി വൈക്കം സത്യാഗ്രഹം നടത്തിയത്. അതിന്